മിസ്റ്റർ വാര്യം കുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി, നിങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടാണ് ഏറ്റുമുട്ടുന്നത്. ഞങ്ങളെ എതിരിടുന്ന ഒരു ശക്തിയെയും വെച്ച് പൊറുപ്പിക്കില്ലെന്ന് കുഞ്ഞമ്മദ് ഹാജി ഇനിയും പഠിച്ചിട്ടില്ലേ? മിസ്റ്റർ ബ്രിട്ടീഷ് ജനറൽ, നിങ്ങൾ അറിയുക, എന്റെ ഉമ്മയാണ് എന്റെ ഇന്ത്യ. ഇന്ത്യ എന്ന രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകാൻ നിങ്ങൾക്ക് ഭയമില്ല. മരണം അത് ധീരതയ്ക്കൊരു അലങ്കാരമാണ്. ഓഹോ, യെസ് യെസ്, ഇന്ത്യയെ മോചിപ്പിക്കാൻ ഈ കൊട്ടക്കുന്നിൽ വെച്ച് വിപ്ലവകാരികളെ ഒരുക്കി ഞങ്ങളോട് യുദ്ധം ചെയ്യുക. ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. യുദ്ധം കമ്പനിക്കൊരു വിരോധമാണ്. യുദ്ധം ഒരലങ്കാരമാണ്. ഒരിക്കലും സൂര്യൻ അസ്തമിക്കാൻ ഇടം കൊടുക്കാത്ത ബ്രിട്ടീഷ് സർക്കാരിനോടാണ് നീയും നിന്റെ പടയാളികളും ഏറ്റുമുട്ടുന്നത്. മിസ്റ്റർ ജനറൽ, സൂര്യൻ അസ്തമിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ആധിപത്യം ഇവിടെ അസ്തമിച്ചിരിക്കും. അതിനുള്ള പോരാട്ടങ്ങൾ ഇവിടെ കനക്കുകയാണ്. അതൊരു തീജ്വാലയായി, അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിക്കും. അവിടെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മിസ്റ്റർ വാര്യം കുന്നത്ത്, ഞങ്ങൾക്ക് കീഴടങ്ങി മാപ്പു പറഞ്ഞ് ഞങ്ങളുടെ കാരുണ്യം ഏറ്റുവാങ്ങി പണവും പദവിയും സ്വീകരിക്കാൻ ഇനിയൊരവസരം കിട്ടില്ല. ഈ മണ്ണിലെ ഒരു പട്ടിക്കും വേണ്ട നിങ്ങളുടെ കാരുണ്യം. ഞങ്ങൾക്ക് സർവശക്തനായ അള്ളാഹുവിന്റെ കാരുണ്യം മാത്രം മതി. മിസ്റ്റർ കുഞ്ഞമ്മദ് ഹാജി, ഇവിടത്തെ സ്വാതന്ത്ര്യത്തെ കുറിച്ചും വാചകമടിക്കാതെ നിങ്ങളുടെ വില കൂടിയ സമ്പത്തുകൾ പിടിച്ചെടുത്ത് ഒരു ദിവസം ഞങ്ങൾ കടൽ കടന്നു തിരിച്ചു പോയേക്കാം. നിങ്ങൾക്ക് അടർത്തി മാറ്റാൻ കഴിയാത്ത ജാതി, മതം, വൈര്യം, ആചാരം, ആ ദുഷിച്ച ചിന്താധാരകൾക്ക് ഒരു തരി പോലും മാറ്റം കുറയില്ല. ഈ ഇന്ത്യക്കാരന്റെ തലച്ചോറുകൾ ഒരടി പുരോഗതിയിലേക്ക് ചലിക്കില്ല. ജനറൽ, നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ സവിശേഷത. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദാഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും നിങ്ങളെ പൊരുതി തോൽപ്പിക്കാനുള്ള പടച്ചട്ടണിഞ്ഞു കഴിഞ്ഞു. മിസ്റ്റർ വാര്യം കുന്നൻ, പ്രാകൃത മനുഷ്യന് പരിണാമം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ചെറുത്തുനിൽപ്പുകളെ മുളയിലെ നുള്ളും. ബ്രിട്ടീഷ് പട്ടാളത്തോട് ആയുധമേന്തി നാടിനെ സ്വതന്ത്രമാക്കാൻ വന്ന വാര്യം കുന്നത്തിന്റെ അവസാന മൊഴി നിന്നോട്, നിങ്ങളോട് മധുരമായൊരു പ്രതികാരം ഈ തോക്ക് നിർവഹിക്കും. ഭയപ്പെടുത്തേണ്ട. ജന്മിമാർക്ക് വിടുപണി ചെയ്യുന്ന നിന്റെ കമ്പനി ഭരണം ഇവിടെ അവസാനിപ്പിച്ചിരിക്കും ഞങ്ങൾ. Shut up your bloody mouth! മിസ്റ്റർ ജനറൽ, സായിപ്പിന്റെ കാൽക്കൽ വീഴാൻ മലബാറിൽ ഒരൊറ്റ മാപ്പിള പടയാളികളെയും കർഷകരെയും കിട്ടില്ല. അപ്പോൾ മരണം ഇരന്നു വാങ്ങുന്നു. അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? ഈ രാജ്യം അത് ഞങ്ങളുടേതാണ്. ഇവിടെ നിന്നും നീയും നിന്റെ വെള്ളക്കാരും കടന്നു പോവുക. ഞാൻ ഇവിടെ മരിച്ചു വീണാലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അത് നേടുക തന്നെ ചെയ്യും. മിസ്റ്റർ വാര്യം കുന്നൻ, എന്താണ് നിങ്ങളുടെ കണ്ണുകൾ ഈറനണിയുന്നത്? പാപ്പാ, എന്റെ നെഞ്ചിലെ ചൂട് പകർന്നു കിട്ടിയില്ലെങ്കിൽ ഉറങ്ങില്ല എന്ന് വാശി പിടിക്കുന്ന എന്റെ മകളുടെ മുഖം ഒരു നിമിഷം ഞാനൊന്ന് ഓർത്തുപോയി. അതായിരിക്കാം സാർ ഒരുപക്ഷെ കണ്ണുകൾ ഈറനായി കണ്ടത്. മിസ്റ്റർ വാര്യം കുന്നത്ത്,
ഇപ്പോഴും സമയമുണ്ട്. മക്കളും കുടുംബവും വേണമെങ്കിൽ ഒന്നുകിൽ മാപ്പു പറഞ്ഞ് രക്ഷപ്പെടാം, അതല്ലെങ്കിൽ നീയും നിന്റെ പടയാളികളും ബ്രിട്ടീഷ് ഇന്ത്യക്ക് കീഴടങ്ങുക. നായ്ക്കളെ, എന്റെ കൂടപ്പിറപ്പുകൾ ഒറ്റുകൊടുക്കാണ്. നിങ്ങൾ പണവും പദവിയും നൽകി പലരെയും വിലക്ക് വാങ്ങിയിട്ടുണ്ടാവാം. എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് കുഞ്ഞമ്മദ് ഹാജിയ, പെറ്റമ്മയെയും സ്വന്തം ജനതയെയും ചതിക്കാത്ത, പിറന്ന നാടിനെ ചതിക്കാത്ത വാര്യം കുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി. മരണം അടുത്തെത്തിക്കഴിഞ്ഞു. അവസാനമായി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. എന്നെ കൈവിലങ്ങണിയിക്കാതെ സ്വതന്ത്രമാക്കുക. എന്റെ പിന്നിൽ നിന്നും വെടിവെക്കരുത്. മുന്നിൽ നിന്ന് ധീരമായി എന്റെ മാറിടത്തിലേക്ക് നിറയൊഴിക്കുക. ഈ കോട്ടക്കുന്നിന്റെ ചരിത്രം എഴുതുമ്പോൾ വൈദേശികനോട് മാപ്പിരക്കാതെ മരിച്ച പടയാളികളിൽ ഒരാളായി ഈ വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി വീരസ്വർഗം പ്രാപിച്ചെന്ന് ഈ നാടറിയണം. മരിച്ചു വീഴുമ്പോൾ ഈ മണ്ണിനെ ചുംബിച്ചുകൊണ്ടായിരിക്കണം മരിച്ചു വീഴുന്നതെന്നും എനിക്ക് നിർബന്ധമുണ്ട്. ഷൂട്ട് ഹിം.